ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനം കേൾക്കുവാനും വചനം ജീവിക്കുവാനും ഈശോ നമ്മെ ക്ഷണിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുവചനം ഇപ്രകാരമാണ് നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരിക. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, വചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങൾ ഗ്രഹിച്ച വചനം ജീവിക്കുവാനുമുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം തിരുവചനത്തെക്കുറിച്ചാണ് നാം ധ്യാനിക്കാനായിട്ട് പോവുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ കഠിനമായ ഒരു കാര്യമാണ്. ശത്രുക്കളെ സ്നേഹിക്കണമെങ്കിൽ നമുക്കവരോട് ക്ഷമിക്കേണ്ടി വരും. ഇപ്പം പത്രോസ് ഈശോയോട് ഒരിക്കൽ ചോദിക്കുന്നു, മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 21 മുതലുള്ള തിരുവചനത്തിൽ. അപ്പോൾ പത്രോസ് മുൻപോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുൾ ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പം ക്ഷമിക്കുന്നതിന് കണക്ക് വെക്കരുത് എന്ന് ഈശോ പറയുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരുപാധികം ക്ഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴിങ്ങനെ ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ്? സ്നേഹിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് ക്ഷമിക്കാനായിട്ട് സാധിക്കുക. ഇതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണം ഈശോ തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 23-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ ഈശോ തൻ്റെ അവസാന തുള്ളി രക്തം വരെ തന്നിൽ നിന്ന് എടുക്കുന്നവർക്ക് വേണ്ടി, തന്നെ ക്രൂരമായി പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രകാരം പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളാരും മാലാഖമാരല്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മുറിവേറ്റവരാണ്, ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മുറിപ്പെടുത്തുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ അനുദിന ജീവിതത്തിൽ നമ്മൾ ക്ഷമിക്കാനായി പഠിച്ചുകൊണ്ടിരിക്കണം. ക്ഷമിക്കാനായി പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സ്നേഹിക്കാനായി പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് വളരെ പ്രത്യേകമായി ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഒരു ഉദാഹരണമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ജോസഫിനെയാണ്, പഴയ നിയമത്തിലെ ജോസഫ്. ഇപ്പം ഈ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് കടന്നു ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ജോസഫ് ഒരുപാട് അനുഗ്രഹങ്ങൾ സിദ്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ തമ്പുരാൻ ഒരുപാട് അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് അന്യായങ്ങൾ കടന്നു വരുന്നു. സഹോദരർ അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിത്താഴ്ത്തുന്നു. അതിനുശേഷം അടിമയായി വിൽക്കുന്നു. അതിനുശേഷം പോത്തിഫറിൻ്റെ ഭാര്യ കാരണം പോത്തിഫർ അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. അതിനുശേഷം കാരാഗ്രഹത്തിൽ സ്വപ്നം വ്യാഖ്യാനിച്ച പാനപാത്രവാഹകൻ, ഫറവോയുടെ പാനപാത്രവാഹകൻ ജോസഫിനെ മറക്കുന്നു. ഇങ്ങനെ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അന്യായങ്ങൾ ജോസഫിൻ്റെ ജീവിതത്തിൽ നടക്കുകയാണ്. ഒരുപാട് പേർ ജോസഫിനെ മുറിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ജോസഫ് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. കാരാഗ്രഹത്തിലാണെങ്കിൽ പോലും ദൈവത്തോടുള്ള ആശ്രയത്വം അവന് കുറഞ്ഞില്ല. ദൈവത്തെ പഴിച്ചില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൽ എപ്പോഴും നിരന്തരമായി ആശ്രയിച്ച് സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഈ വ്യക്തി ഫറവോ കഴിഞ്ഞ് ഈജിപ്തിൻ്റെ 2ാമത്തെ ഭരണാധികാരിയായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ദൈവം അവനെ ഉയർത്തുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ തന്നെ പൊട്ടക്കിണറ്റിൽ താഴ്ത്തിയ അടിമയായി വിറ്റ സഹോദരങ്ങൾ ഈജിപ്തിലേക്ക് ധാന്യത്തിനായി കടന്നു വരുമ്പോൾ ജോസഫ് തന്നെ വെളിപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. അത് 45-ാമത്തെ അധ്യായം, ഉൽപ്പത്തിയുടെ പുസ്തകം 45-ാമത്തെ അധ്യായത്തിലാണ്. ഇവിടെ 4-ാമത്തെ തിരുവചനത്തിൽ ജോസഫ് പറയുകയാണ്, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. നിങ്ങൾക്കും ഭൂമിയിലെ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചതാണ്. അതുകൊണ്ടാണ് നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. നമ്മൾ പച്ചയായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടക്കുന്ന ഓരോ കാര്യങ്ങളിലും ദൈവം അറിയുന്നു, ആ കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നു എന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്കൊരു ആഴമേറിയ ദൈവഭക്തി ആവശ്യമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം, ഈശോയുമായിട്ടുള്ള ഒരു ഗാഢമായ ബന്ധത്തിൻ്റെ പുറമെ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, മുറിവുകളും തകർച്ചകളും പോലും ദൈവം അറിയുന്നു, അനുവദിക്കുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതേ ജോസഫിനോട് ജോസഫിൻ്റെ പിതാവായ യാക്കോബിൻ്റെ മരണത്തിന് ശേഷം സഹോദരങ്ങൾ പറയുകയാണ്, ഞങ്ങൾ നിന്നെ അടിമയായിട്ട് വിറ്റു,
ഞങ്ങളെ നീ പീഡിപ്പിക്കരുത്, ഞങ്ങളെ നീ ശിക്ഷിക്കരുത്. ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് ജോസഫ് പറയുകയാണ്, ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇനി ഇതേ ജോസഫിനെ കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത് പ്രകാരമാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിലെല്ലാം സഭാപിതാക്കന്മാരെക്കുറിച്ചും അല്ലെങ്കിൽ വിശ്വാസത്തിൽ ജീവിച്ച ഒരുപാട് വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം ജോസഫിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. പ്രഭാഷകൻ 49:15, ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല, അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല, അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ആരുടെ അസ്ഥികളാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? വിശുദ്ധരുടെ അസ്ഥികളാണ് നമ്മൾ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വണങ്ങുന്നത്. അപ്പം ക്ഷമിക്കുന്നവൻ്റെ അസ്ഥികൾ തിരിശേഷിപ്പുകളായി മാറും. ക്ഷമിക്കുന്ന വ്യക്തികൾക്ക് വിശുദ്ധനാകാനായിട്ടുള്ള ഒരു കൃപ തമ്പുരാൻ തരികയാണ്. ഇപ്പം പ്രത്യേകമായിട്ടും ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ടും തമ്പുരാൻ തരുന്ന ഒരു കൃപയാണ്. അപ്പം ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത് ജന്മസിദ്ധമായി നമുക്ക് കിട്ടുന്ന ഒരു കഴിവല്ല. നമുക്ക് ഈ നവമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്ന ഒരുപാട് നമ്മുടെ ഹൃദയത്തെ തന്നെ തകർക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ് ദിനംതോറും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ട്. ക്ഷമിക്കാൻ സാധിക്കാതെ ക്രൂരമായി കൊലപാതകങ്ങളും മറ്റ് ക്രൂരമായ കാര്യങ്ങളും ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യരെ മുറിപ്പെടുത്തുന്ന പല വിധത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം ക്ഷമിക്കാനാകാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെയാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അർത്ഥം നമുക്ക് മനസ്സിലാകേണ്ടത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്? അപ്പം എന്താണ് ഈശോ പ്രാർത്ഥിച്ചതിൻ്റെ അർത്ഥം? ഇവർ ചെയ്യുന്നത് എന്താണ് എന്നിവരറിയുന്നില്ല. അപ്പം ആത്മാർത്ഥമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ മുറിപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പം ഉദാഹരണത്തിന്, ഞാനൊരു വ്യക്തിയെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തന്നെ എൻ്റെ മനസ്സിനുള്ളിൽ എനിക്കൊരു വിഷമം തോന്നും. ഞാൻ ആ വ്യക്തിയെ വഴക്ക് പറഞ്ഞല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു വ്യക്തിയെ മുറിപ്പെടുത്തിയതിന് ശേഷം അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിയെ മുറിപ്പെടുത്തിയാൽ ഞാൻ അറിയാതെ ഞാനും മുറിവേൽക്കും. അപ്പം മുറിവേറ്റ വ്യക്തികളാണ് വീണ്ടും മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ ഉപദ്രവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള മുറിവുകളുണ്ട്. ഇവിടെയാണ് നമ്മൾ അറിയാതെ നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈശോ വീണ്ടും പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. 2003 കേരളത്തെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായി. അതൊരു കൊലപാതകമാണ്. അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ബിന്നി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ കുടുംബം വളരെ സന്തോഷകരമായി പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം. അപ്പം ചേച്ചിയുടെ ഭർത്താവ്, 2 മക്കൾ, 4 വയസ്സുള്ള ഒരു മകൻ, 1 വയസ്സുള്ള ഒരു കുഞ്ഞ്, പിന്നെ ഭർത്താവിൻ്റെ അമ്മ, ഭർത്താവിൻ്റെ അനുജൻ, ഇവരെല്ലാവരും കൂടെയായിരുന്നു കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഭർത്താവിനും ഭർത്താവിൻ്റെ അനുജനും മരം കച്ചവടം ചെയ്യുന്ന ജോലിയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ ഈ ബിന്നി ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവിൻ്റെ അമ്മയും കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മുറ്റത്തിരുന്നുകൊണ്ട്. അപ്പോൾ ഭർത്താവ് ഇങ്ങനെ അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ഭർത്താവിൻ്റെ അനുജൻ പെട്ടെന്ന് തന്നെ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. അപ്പം അതിനുശേഷം ഒരു വലിയ നിലവിളി കേട്ടുകൊണ്ട് ബിന്നി ചേച്ചി ജനലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഭർത്താവിൻ്റെ അനുജൻ വലിയ ഒരു കത്തി കൊണ്ട് ഭർത്താവിനെ കണ്ടം തുണ്ടം വെട്ടി നുറുക്കുന്നതാണ്. അപ്പോൾ ചേച്ചി നോക്കിയപ്പോൾ കട്ടിലിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന 2 മക്കളെയും ഈ ഭർത്താവിൻ്റെ അനുജൻ നിഷ്കരുണം വധിച്ചു. ഇത് കണ്ട് അലറിക്കരഞ്ഞുകൊണ്ട് ഈ ചേച്ചി സഹായത്തിനായി അയൽപക്കങ്ങളിലേക്ക് പോയി. ഒരുപാട് ആളുകൾ വന്നു. അങ്ങനെ ഭർത്താവിനെ ഒരു ബെഡ്ഷീറ്റിൽ ഇങ്ങനെ ആണ് കൊണ്ടുപോയത്. ഇതിന് ശേഷം വലിയ മാനസിക സമ്മർദ്ദത്തിൽ ജീവിച്ച ഈ ചേച്ചിക്ക് മരിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് ശക്തമായി തന്നെ കടന്നു വന്നു. ധ്യാനത്തിൻ്റെ ഇടയിൽ ധ്യാനം നയിച്ചുകൊണ്ടിരുന്ന വൈദികൻ ചേച്ചിയുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനം വെഞ്ചിരിക്കുന്നു. അതിനുശേഷം ചേച്ചിയുടെ ശിരസിൽ കരങ്ങൾ വെച്ചുകൊണ്ട് ആ വൈദികൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പ് ചേച്ചിയോട് പറഞ്ഞു, നീ നിൻ്റെ ഭർത്താവിൻ്റെ ഘാതകനോട്, ഭർത്താവിൻ്റെ അനിയനോട് ക്ഷമിക്കുകയാണെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഈ വാക്കുകൾ അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. ചേച്ചി ഇത് തന്നെ ചേച്ചി ഒരു സാക്ഷ്യമായിട്ട് പറയുന്നതാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ടൺ കണക്കിന് ഭാരം എടുത്തു മാറ്റപ്പെട്ടു.
ഞാൻ അപ്പോഴെ തന്നെ തീരുമാനമെടുത്തു, ഞാൻ ക്ഷമിക്കും. ഇനി ക്ഷമിക്കും എന്ന് മാത്രമല്ല, അതിനുശേഷം ഭർത്താവിൻ്റെ അനിയന് കാണാനായിട്ട് ജയിലിലേക്ക് പോവുകയാണ്. അപ്പം പോലീസുകാരും മറ്റ് തടവുകാരും എല്ലാം ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇവളെന്താണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു തരത്തിലും ക്ഷമിക്കാനാകാത്ത ഒരു കുറ്റമാണ് ഈ ഭർത്താവിൻ്റെ അനുജൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭർത്താവിൻ്റെ അനുജൻ്റെ അടുത്തെത്തിയ ഈ ചേച്ചി അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, ഈശോ നിന്നെ സ്നേഹിക്കുന്നു. അത്രമാത്രം പറഞ്ഞിട്ട് അവൾ തിരിച്ചു പോന്നു. അതിനുശേഷം പലപ്പോഴായി അവൾ ഭർത്താവിൻ്റെ അനുജനെ കാണാനും പ്രാർത്ഥിക്കാനുമായിട്ട് പോയി. അപ്പം നശിച്ചുകൊണ്ടിരുന്ന ഭർത്താവിൻ്റെ അനുജൻ്റെ ആത്മാവിന് പുതുജീവൻ നൽകാനായി അവൾക്ക് സാധിച്ചു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിൻ്റെ അനുജന് ഷുഗർ വന്ന് ഒരു കാല് മുറിച്ചു മാറ്റി മറ്റേ കാലിങ്ങനെ വ്രണപ്പെട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ആശുപത്രിയിലാണ്. ഭർത്താവിൻ്റെ അനുജനെ കാണാനായിട്ട് ഈ ചേച്ചി പോവുകയാണ്. അപ്പം ചേച്ചിക്ക് ഒരു അറിവ് കിട്ടി, 1,00,000 രൂപയുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അനുജനെ ജാമ്യത്തിലെടുക്കാം. അപ്പം ചേച്ചി അവിടെ ചെന്ന് ഭർത്താവിൻ്റെ അനുജനോട് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി ഈ പണം ഉണ്ടാക്കി നിന്നെ ജാമ്യത്തിലെടുത്ത് നിന്നെ ഞാൻ ശിഷ്ടകാലം ഞാൻ നോക്കിക്കൊള്ളാം. അപ്പം പ്രത്യേകമായിട്ടും ഈ ഒരു സ്നേഹം ഇങ്ങനെ വളരുകയാണ്. ഭർത്താവിൻ്റെ അനുജൻ്റെ ആത്മാവിനെ ഈശോയ്ക്ക് വേണ്ടി നേടണം എന്നുള്ള ഒരു വ്യക്തമായ ബോധ്യം ഈ ചേച്ചിയിലുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം 1 മാസത്തിന് ശേഷം വീണ്ടും ഭർത്താവിൻ്റെ അനുജനെ കാണാൻ വരുന്ന വഴി, വക്കീലുമായിട്ട് കാണാൻ വരുന്ന വഴി ചേച്ചിയുടെ മനസ്സിലേക്ക് ഒരു ശക്തമായ പ്രേരണ വരികയാണ് ആ അനുജന് വേണ്ടി, ഭർത്താവിൻ്റെ അനുജന് വേണ്ടി പ്രാർത്ഥിക്കാനായി. അപ്പം അവർ 1 മണിക്കൂറോളം പ്രാർത്ഥിച്ചു വരുന്ന വഴിയിൽ. അപ്പോഴാണ് അവരറിഞ്ഞത് 1 മണിക്കൂറിന് മുമ്പ് ഭർത്താവിൻ്റെ അനുജൻ മരിച്ചു. അപ്പം പ്രത്യേകമായിട്ടും ആ ഭർത്താവിനെയും മക്കളെയും നിഷ്കരുണം വധിച്ച ഭർത്താവിൻ്റെ അനുജനോട് ക്ഷമിക്കാനും, ആ ക്ഷമിക്കുക മാത്രമല്ല സ്നേഹിക്കാനും ആത്മാവിനെ രക്ഷിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും ആ ചേച്ചിയെ പ്രേരിപ്പിച്ചത് എന്താണ്? ക്രിസ്തുവിൻ്റെ സ്നേഹം. ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ അവൾ പഠിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷമിക്കുക എന്നുള്ളത് നമുക്ക് ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒരു കഴിവല്ല. ഇനി ക്ഷമിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, വിദ്വേഷം വളർന്ന് തിന്മ ചെയ്യാതിരിക്കാനായി, ഉപദ്രവം വരുത്താതിരിക്കാനായി നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ ഇത് നമുക്ക് തന്നെ തിന്മയായി ഭവിക്കും. ഈശോ തരുന്ന അനുഗ്രഹങ്ങൾക്ക് ഇതൊരു തടസ്സമായി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. കാരണം ക്ഷമിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 22-ാം തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നായ ക്ഷമ എന്ന പുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ക്ഷമിക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുമ്പോഴാണ്. ചിലപ്പോഴെങ്കിലും എൻ്റെ ഇത്രയുമുള്ള കാലയളവിൽ, ഞാൻ വൈദികനായിട്ട് ഇപ്പം 2 വർഷം കഴിഞ്ഞു, 3-ാമത്തെ വർഷമാണ്. ചില വ്യക്തികളെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ക്ഷമയുടെ നെല്ലിപ്പലക തെറ്റിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ക്ഷമിച്ച് മടുത്തു, അപ്പം ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് ക്ഷമിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട നന്മകൾ നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ്. ഈശോയോട് നമ്മൾ നോ പറയുകയാണ്. അപ്പം എന്താണ് ഈശോ വിശുദ്ധ ഈ വചനങ്ങളിലൂടെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ വചനങ്ങളിൽ ജീവിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് വഴി ഈശോ എന്താണ് നമ്മളോട് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ പിതാവായ ദൈവത്തിൻ്റെ മക്കളായി തീരും. കാരണം പിതാവായ ദൈവം അനന്തമായി ക്ഷമിക്കുന്നവനാണ്. ഈശോയുടെ സ്നേഹത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, നമ്മുടെ പാപങ്ങൾ എത്ര കഠിനമാണെങ്കിലും അത് ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തിന് ഒരു തരി പോലും കുറയ്ക്കില്ല. ഈശോ നമ്മെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒരിക്കലും പിന്മാറുന്നില്ല. ഗോഡ്സ് ലവ് നെവർ ഫെയിൽസ്. ഈശോ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുക. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഈശോ പറയുക, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. നമുക്കൊരു ബേസ് വേണം, നമുക്കൊരു ഫൗണ്ടേഷൻ വേണം. ഈ ഫൗണ്ടേഷനാണ് ദൈവസ്നേഹം. ദൈവസ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥമായ ആനന്ദം ഉളവാകുകയുള്ളൂ. ലോകത്തിന് നൽകാൻ സാധിക്കുന്ന എല്ലാത്തിനും നമ്മളെ മടുപ്പിക്കാനാവും. കാരണം നമ്മുടെ ആത്മാവ്, നശ്വരമായ ശരീരത്തിൽ അനശ്വരമായ ഒരു ആത്മാവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആത്മാവിനെ സംതൃപ്തിപ്പെടുത്താനായി നശ്വരമായ ഒന്നിനും സാധിക്കില്ല. അനശ്വരമായ ദൈവസ്നേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായിട്ടും ക്ഷമിക്കാനായി നമ്മൾ പഠിക്കുമ്പോൾ, സ്നേഹിക്കാനായി നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇവിടെ നമുക്ക് അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം ഈശോയുമായിട്ടുള്ളൊരു ഗാഢമേറിയ ബന്ധമാണ്, വ്യക്തിപരമായ ബന്ധം. ഈശോ നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഓരോ കുമ്പസാരത്തിലും നമ്മുടെ എല്ലാ പാപങ്ങളും ഈശോ ക്ഷമിക്കുന്നു. ഈശോ നമ്മുടെ പാപങ്ങൾ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി നമ്മെ വിശുദ്ധീകരിക്കുന്നു. അപ്പം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പറയുകയാണ്, ക്ഷമിക്കാനായി ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാനായി ഒരു ഉത്തരവാദിത്വം എന്നിലുണ്ട്. പ്രത്യേകമായി ക്ഷമിക്കുമ്പോൾ സംഭവിക്കുന്നത് വലിയ അനുഗ്രഹങ്ങളാണ്. ഈ ചേച്ചിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് വലിയൊരു അനുഗ്രഹമാണ്. ജോസഫിൻ്റെ ജീവിതത്തിൽ ക്ഷമിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് ക്ഷമിക്കാൻ സാധിക്കുക. സഹോദരങ്ങളോട് ക്ഷമിച്ചപ്പോൾ, പോത്തിഫറിനോട് ക്ഷമിച്ചപ്പോൾ, പോത്തിഫറിൻ്റെ ഭാര്യയോട് ക്ഷമിച്ചപ്പോൾ, അപ്പം തന്നോട് അനീതിപരമായി പെരുമാറിയ എല്ലാവരോടും ക്ഷമിച്ചപ്പോൾ ദൈവം അവനെ ഉയർത്തുകയാണ് ചെയ്യുക. വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മൾ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രത്യേകമായിട്ടും ദൈവമക്കളെ ക്ഷണിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിലേക്ക് ആണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ജീവിതമാണ്. സ്നേഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്ന ഒരു ജീവിതം. ഇവിടെയാണ് നമുക്ക് ഈശോയുടെ മാതൃക വ്യക്തമായി നമുക്ക് മനസ്സിലാവുക. ഈശോ എപ്രകാരം സ്നേഹിച്ചു. ഈശോ സ്നേഹിച്ചതിൻ്റെ ഏറ്റവും അങ്ങനെ സ്നേഹിക്കാൻ ആർക്കും പറ്റില്ല. കാരണം ഗോഡ്സ് ലവ് ഈസ് അൺകണ്ടീഷണൽ എന്നാണ് പറയുക. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് പരിമിതികളില്ല. അതുകൊണ്ട് തന്നെ പരിമിതികളില്ല എന്ന് മാത്രമല്ല, നിർബന്ധങ്ങളും നിബന്ധനകളുമില്ല. അപ്പോൾ നിർബന്ധങ്ങളും നിബന്ധനകളും ഇല്ലാതെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് ഉള്ള ബേസ് ദൈവസ്നേഹം തന്നെയാണ്. ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈശോ പറയുക, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് വ്യക്തമായി മനസ്സിലാക്കിയ പൗലോസ് ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിത വീഥികളിൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പ്രത്യേകമായിട്ടും നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട്, അകാരണമായി നമ്മളെ വിധിക്കുന്നവരോട്, നമ്മളെ മുറിപ്പെടുത്തിയവരോട് നമ്മൾ ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾ ഫലപൂർണ്ണമാകുക. ഇപ്പം പ്രത്യേകമായിട്ടും നമ്മൾ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യാം. ആരോടൊക്കെ ഞാൻ ക്ഷമിക്കാതിരിക്കുന്നുണ്ട് അവരെല്ലാം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. ഈശോയെ, ഇവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അതികഠിനമായി എന്നെ മുറിപ്പെടുത്തിയ വ്യക്തികളുണ്ട്. ഈശോയെ, ഇവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എനിക്ക് ലഭിക്കേണ്ട നന്മകൾ നഷ്ടപ്പെടുത്താൻ കാരണമായ വ്യക്തികളുണ്ട്. ഈശോയെ, ഇവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ക്ഷമിക്കാനായി എന്നെ പഠിപ്പിക്കണമേ. സ്നേഹിക്കാനായി എന്നെ പഠിപ്പിക്കണമേ. ഈശോയെ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ വിട്ടുതരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്നിൽ നിറയട്ടെ. വളരെ പ്രത്യേകമായി ക്ഷമിക്കാനും സ്നേഹിക്കാനും ഈശോ നമ്മളെ പഠിപ്പിക്കും. കഴിഞ്ഞ ഈസ്റ്ററിന് എനിക്കൊരു സന്ദേശം കിട്ടി. ഞാൻ കഴിഞ്ഞ ഈസ്റ്റർ ഒരാഴ്ചത്തോളം കാസർഗോഡ് ജില്ലയിലെ ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു വിശുദ്ധ വാരത്തിന്. അപ്പം വിശുദ്ധ വാരത്തിൽ പ്രത്യേകമായി ദുഃഖവെള്ളിയുടെ സമയത്ത് ഞാൻ പറഞ്ഞ ഒരു സന്ദേശത്തിലെ ക്ഷമയുടെ ഒരു വശം, അത് വളരെ കാര്യഗൗരവത്തോടെ എടുത്ത ഒരു വ്യക്തി ഈസ്റ്ററിൻ്റെ അന്ന് എനിക്കൊരു സന്ദേശം അയച്ചു. അതിപ്രകാരമാണ്: അച്ഛൻ പറഞ്ഞ ആ ഒരു ക്ഷമയുടെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു, ഈ ഈസ്റ്റർ എന്നും അല്ലെങ്കിൽ എല്ലാ വർഷവുമുള്ള ഒരു ഈസ്റ്റർ പോലെ ആകരുത്. അപ്പം ഞാൻ തീരുമാനിച്ചു, എന്നോട് ക്രൂരമായി പെരുമാറിയ ചില വ്യക്തികളുണ്ട്, ഇവരോട് ക്ഷമിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ദുഃഖവെള്ളി കഴിഞ്ഞ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ തന്നെ ഞാൻ ഒരുക്കുകയായിരുന്നു ക്ഷമിക്കാനായി. ഞാൻ വളരെ ദീർഘമായി അനുതാപത്തോടെ ഞാൻ കുമ്പസാരിച്ചു. അതിനുശേഷം ഞാൻ അവരുടെ വീട്ടിൽ പോയി അവരോട് ക്ഷമിച്ചു, അവരുമായി അനുരഞ്ജനപ്പെട്ടു. അതിനുശേഷം ഈസ്റ്ററിൻ്റെ അന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷത്തിന് കാരണമായി.
അപ്പം ഇത് കേട്ടപ്പോഴെനിക്കും വലിയ സന്തോഷമായി. കാരണം ഇത് തന്നെയാണ് ക്ഷമിക്കുന്ന വ്യക്തികൾക്ക് ദൈവം നൽകുന്ന കൃപകൾ എന്ന് പറയുന്നത്. ഇപ്പം പ്രത്യേകമായിട്ടും നമ്മളെല്ലാവരും ഈശോ ക്ഷണിക്കുന്നത് ക്ഷമിക്കാനും സ്നേഹിക്കാനുമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 41 അധ്യായം ഫറവോ ജോസഫിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? തൻ്റെ സഹോദരങ്ങളോട് നിരുപാധികം ക്ഷമിച്ച ജോസഫിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു തുളുമ്പിയിരുന്നു. അപ്പം ഈ ആത്മാവിൽ വസിക്കുന്നവരെല്ലാം ദൈവപുത്രന്മാരാണ്. ക്ഷമിക്കുന്നത് വഴി നമ്മൾ ദൈവപുത്രന്മാരാണ്. അതും മാത്രമല്ല, ക്ഷമിക്കുന്നത് വഴി നമ്മൾ അടിമത്തങ്ങളിൽ നിന്നും നമ്മളെ തന്നെ സ്വതന്ത്രരാക്കുകയാണ്. ഇപ്പോൾ വീണ്ടും പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8 അധ്യായം 15 തിരുവചനത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ക്ഷമിക്കുന്നത് വഴി ചില അടിമത്തങ്ങളിൽ നിന്ന് ദൈവം നമുക്ക് മോചനം നൽകും. വളരെ പ്രത്യേകമായി ചില രോഗങ്ങളുടെ അടിമത്തങ്ങളിൽ നിന്ന്. നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, ചില ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനങ്ങൾക്ക് ശേഷം വളരെ പ്രത്യേകമായി ആത്മാർത്ഥമായി കുമ്പസാരിച്ചതിന് ശേഷം വലിയ രോഗസൗഖ്യങ്ങൾ നേടുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് വ്യക്തികൾ പല വിധത്തിലുള്ള രോഗസൗഖ്യങ്ങൾ നേടുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഇത്രയേ ഉള്ളൂ, പൗലോസ്ലീഹ പറയുന്നു, നിങ്ങളിൽ ഉള്ള വിദ്വേഷം നിങ്ങൾക്ക് ഉപദ്രവം വരുത്താതെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിദ്വേഷം നമ്മുടെ ഹൃദയത്തിൽ ഒരു അൾസറായി മാറി അല്ലെങ്കിൽ ഒരു ക്യാൻസറസ് ആയി മാറി നമ്മളെ ഉപദ്രവിക്കാനായി പല വിധത്തിലുള്ള രോഗങ്ങളിലേക്ക് നമ്മളെ തള്ളിവിടാനായി സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആത്മാർത്ഥമായി ക്ഷമിക്കുന്ന വ്യക്തികൾക്ക് വലിയ സൗഖ്യം ലഭിക്കുന്നത് തന്നെ. കാരണം ക്ഷമ എന്ന് പറയുന്നത് വലിയ ഒരു സ്വാതന്ത്ര്യമാണ്. ക്ഷമിക്കാതിരിക്കുക എന്ന് പറയുന്നത് അടിമത്തമാണ്. കാരണം വിദ്വേഷം ഈശോയിൽ നിന്ന് വരുന്നതല്ല, തിന്മയിൽ നിന്ന് വരുന്നതാണ്. തിന്മയിൽ നിന്ന് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മെ ഈശോയിലേക്ക് നയിക്കില്ല, മറിച്ച് അടിമത്തത്തിലേക്ക് നയിക്കും, ഭയത്തിലേക്ക് നയിക്കും, നിരാശയിലേക്ക് നയിക്കും. മറിച്ച് നമ്മൾ ക്ഷമിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഇത് നമ്മളെ ഈശോയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നമ്മളിൽ ശക്തിപ്പെടും. അതുവഴി നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ദൈവമക്കളായിത്തീരും. അപ്പം പ്രത്യേകമായിട്ടും ക്ഷമിക്കാനായിട്ടുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഈശോയ്ക്ക് നമ്മളെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും തിരുരക്തത്തിൻ്റെയും വിശുദ്ധ കുരിശിൻ്റെയും സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.